ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു നാടൻ മസാലക്കൂട്ടാണ്. കല്ലിൽ തയ്യാറാക്കുന്ന മസാലക്കൂട്ടിന് നല്ല രുചിയും മണവുമാണ്. നല്ല മുളകും മല്ലിയും മറ്റു കൂട്ടുകളൊക്കെ ഉപയോഗിച്ച് നല്ലൊരു കറി മസാല തയ്യാറാക്കിയാലോ? ഈ മസാലക്കൂട്ട് തയ്യാറാക്കാനായി ഇതിന്റെ കൂട്ടുകളൊക്കെ മികച്ചത് തന്നെ ആയിരിക്കണം. ഒരു 1/4 കിലോ കറിവേപ്പില എടുത്ത് നന്നായിട്ട് കഴുകി ഉണങ്ങാൻ വെക്കണം. അര കിലോ മല്ലിയെടുത്ത് അതിനെ നന്നായിട്ട് തന്നെ വറുത്തെടുക്കുകയും വേണം. നന്നായിട്ട് വറുത്തെടുക്കാൻ വേണ്ടി അതിനെ 2ആയി പകുത്ത് വറുത്തെടുക്കണം. അതുപോലെ 200 ഗ്രാം കാശ്മീരി മുളക്, 50 ഗ്രാം പെരിഞ്ജീരകം, 50 ഗ്രാം ചെറിയ ജീരകം, 75 ഗ്രാം കടലപ്പരിപ്പ്, 75 ഗ്രാം ഉഴുന്നുപരിപ്പ്, 75 ഗ്രാം തോരൻപരിപ്പ്, 75 ഗ്രാം കറുത്ത പട്ട, 75 ഗ്രാം സ്റ്റാർ, പട്ട 25 ഗ്രാം, ഗ്രാമ്പു 25 ഗ്രാം, പിന്നെ ഏലക്ക 8 ഗ്രാം, കുരുമുളക് 50 ഗ്രാം, കസ്കസ് 50 ഗ്രാം, അവസാനം മാറ്റിവെച്ച കറിവേപ്പില. ഇത് തീ കുറച്ച് വെച്ചതിന് ശേഷം നന്നായിട്ട് വറുത്തെടുക്കണം. ഇത് അരച്ചെടുക്കുന്നതിന് വേണ്ടിയാണ്. മാറ്റി മാറ്റി വെച്ചിരിക്കുന്ന മസാലയെല്ലാം ഒന്നായി ചേർത്തെടുക്കാം. ഇപ്പോൾ എടുത്തു വെച്ച മസാലയെല്ലാം ഉരലിലേക്ക് കുറേശ്ശെയിട്ട് ഇടിച്ചെടുക്കണം. ഇത് നന്നായിട്ട് വറുത്തെടുത്തത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇടിച്ചെടുക്കാൻ കഴിയും. ഇടിച്ചെടുത്ത മസാല ഒരു അരിപ്പിലേക്ക് ഇട്ടതിന് ശേഷം അരിച്ചെടുക്കണം. അതുപോലെ തന്നെ പൊടിയാതെ കിടക്കുന്ന മസാലകളെയെല്ലാം വീണ്ടും ഒരിക്കൽ കൂടി ഇടിച്ചെടുക്കണം. നമ്മൾ തയ്യാറാക്കിയ മസാല ഏകദേശം 1 കിലോയോളമുണ്ട്. തയ്യാറാക്കിയ മസാല നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒരു ജാറിലേക്ക് മാറ്റണം. ഇടയ്ക്കിടയ്ക്ക് ഇത് പൊടിച്ചെടുക്കുന്നതിനേക്കാളും നല്ലത് നമുക്ക് ഇതുപോലെ തയ്യാർ ചെയ്ത് വെച്ചാൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇത് ഉപയോഗിക്കാം. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നത് കൊണ്ട് കളറുകളോ മറ്റ് കെമിക്കലുകളോ ഒന്നും ചേർക്കാത്തത് കൊണ്ട് 6 മാസത്തോളം ഇതിരിക്കും. നമ്മൾ തയ്യാറാക്കിയ കറി മസാല ചിക്കനോ മട്ടനോ എന്തെങ്കിലും വെക്കുമ്പോൾ ഇത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രുചിയും മണവും ഉണ്ടാകും. എന്താ, നമുക്കിതൊന്ന് ചെയ്തു നോക്കിയാലോ?